ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കാണുകയാണ്. മറ്റൊരു പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയമായിരിക്കുന്നത് ബി.ജെ.പി ബാന്ധവം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ചർച്ച വരുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരണം നൽകിയിരുന്നു. എങ്കിലും എന്താണ് അതിന്റെ വിശദമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് പോയിട്ടില്ല. അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഇത്തരം ചർച്ചകൾ വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദോഷമായിട്ടുണ്ട്? ഈ തെരഞ്ഞെടുപ്പിന് അത് വലിയ ദോഷമായിട്ട് വന്നിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നിന്നും അത് ചർച്ചയായിട്ടില്ല. പട്ടണ പ്രദേശങ്ങളിലെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം എല്ലാവരും പോളിംഗ് ബൂത്തിലായിരുന്നു, മുഴുവൻ ആളുകൾ ശ്രദ്ധ പോളിംഗ് ബൂത്തിലായിരുന്നു. അതുകൊണ്ട് അത്ര കാര്യമായിട്ട് അത്ര എഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. ഈ ശോഭാ സുരേന്ദ്രനൊക്കെ ആരോപിക്കുന്നതല്ല എങ്ങനെ ബി.ജെ.പിയിലേക്ക് പോകും? അതൊക്കെ ഇങ്ങനെ ആരോപണമല്ലേ, അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇ.പി.യെ പോലൊരാള് ബി.ജെ.പിയിലേക്ക് പോകും എന്ന് ഒരു പ്രചരണം അത് വിശ്വസിക്കാവുന്ന ഒരു സ്ഥിതിയല്ല അവിടെ. അപ്പോ നന്ദി. കെ രാധാകൃഷ്ണൻ അദ്ദേഹമാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇ.പി. ജയരാജൻ വിവാദത്തിലടക്കമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPM-ന്റെ നേതാക്കൾ ആരും ഇ.പി.യെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നില്ല എന്ന കാര്യമാണ്. കാരണം ഇ.പി.യുടെ പ്രസ്താവനയിൽ ഈ വിഷയം പാർട്ടി പരിശോധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് അഭിപ്രായ പ്രകടനം ആരും നടത്തുന്നില്ല. അതായത് CPM കേന്ദ്രങ്ങൾക്കിടയിൽ ഇ.പി.യുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത രീതിയിലുള്ള അമർഷം പുകയുന്നു എന്നതാണ് സാഹചര്യം. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുന്നു. ഒപ്പം ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല എന്ന നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഇ.പിയെ കൃത്യമായി ന്യായീകരിക്കാനൊന്നും ഒരു CPM നേതാക്കളും ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല എന്നത് പ്രത്യേകത അറിയേണ്ടതാണ്. ഒപ്പം CPM കേന്ദ്രങ്ങൾക്കടക്ക് വലിയ വിമർശനം ഉയരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം പ്രത്യേകം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചേരാനും പോകുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിലേക്കും ഈ വാർത്തയിലേക്കും നമുക്ക് മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം.